ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. മഹാപ്രഭു, യോഗേശ്വര, സായീശ്വര, നിത്യനിർവികാരനായ ജഗദീശ്വര, ദയാസാഗര, അവിടുത്തെ തൃച്ചേവടുകളിൽ ഹൃദയപൂർവ്വം ഞാൻ വന്ദിക്കുന്നു. സായിചരിതം അകവും പുറവും ഒരുപോലെ മധുരമാണ്. ആനന്ദം ഉടൽ പൂണ്ടതാണ് സായീശ്വരൻ. ആ സംസാരം മധുരം, ആ നടത്തം മധുമധുരം, അവിടുത്തെ ലീലകൾ അതിമധുരം. അവിടുന്ന് ദിവ്യലീലകളേറെ ആടി. എന്തിന്? ഭക്തജനങ്ങൾക്ക് സ്മരിക്കാനും മനഃശുദ്ധമാക്കാനും അങ്ങനെ ആനന്ദവാന്മാരാകാനും. മാനവൻ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയും അതേസമയം ആത്മീയോന്നതി നേടുകയും വേണം. അതായിരുന്നു ബാബയുടെ ആഗ്രഹം. അതിനനുസരിച്ച് അവിടുന്ന് ജീവിച്ചു. എന്തിനാണത്? കാരണം മനുഷ്യജന്മം അത്യന്തം ദുർലഭം. പൂർവ്വജന്മാർജിതമായ മഹാസുഹൃതത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മാനവ ശരീരം കിട്ടിയത്. ഈ ശരീരം നൽകിയത് ഈശ്വരനെ അറിയാനും ആനന്ദിക്കാനും. അതിന് ശ്രമിക്കാതെ ഉണ്ടും ഉറങ്ങിയും ഭയന്നും മൈഥുനത്തിലും കാലം കളഞ്ഞാൽ അവൻ്റെ ആ ആനന്ദം ജന്തുക്കൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. കാരണം ഇതെല്ലാം ജന്തുക്കളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാത്രം ജീവിക്കുന്നവനെ വാലും കൊമ്പുമില്ലാത്ത മൃഗമായി ഗണിക്കാം. മിന്നൽ പിണറിൻ്റെ ആയുസേ നമുക്കുള്ളൂ. ക്ഷണത്തിൽ ഈ ജീവിതം തീരും. മരണഭയത്താൽ ഒരു നിമിഷം പോലും ശരിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാനാകുന്നില്ല. നദിയിൽ തടികൾ ഒരുമിച്ചൊഴുകുന്നത് കണ്ടിട്ടില്ലേ? വലിയൊരൊഴുക്കിലോ കുത്തിലോ ചാടുമ്പോൾ അതുവരെ ഒന്നിച്ചൊഴുകിയ തടികൾ അകന്നു പോകും. പിന്നെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വിധമായി അതിൻ്റെ ഗതി. ഇങ്ങനെ തന്നെയാണ് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, പുത്രൻ, പുത്രി എന്നിവരുമൊത്തുള്ള ജീവിത നദിയിലെ യാത്ര. ഇപ്പോൾ എല്ലാവരും ഒന്ന്. അടുത്ത ഓളം തള്ളലിൽ എല്ലാം അകന്നു പോകും. പിന്നൊരിക്കലും അടുക്കുകയില്ല. ആത്മീയോന്നതി ഈ ജന്മത്തിൽ നേടിയെടുക്കാത്തവൻ അമ്മയുടെ പ്രസവവേദന പാഴിലാക്കിയെന്ന് പറയാം. ഭഗവത് ചരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ജന്മവും പാഴ്. മരണം നാളെയോ കുറെ കഴിഞ്ഞോ എന്ന് കരുതുന്നവൻ സ്വയം വഞ്ചിക്കുകയാണ്. മരണചിന്ത മനസ്സിൽ നിന്നും ഒഴിയരുത്. ഈ ശരീരം മരണത്തിനുള്ള ആഹാരമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഓരോ നിമിഷവും ഉപയോഗിക്കൂ. ഏത് നിമിഷത്തിലും നമുക്ക് ഇവിടം വിടേണ്ടി വരാം. സായി ചരിതം പ്രേമഭാവത്തോടെ വായിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി സ്വന്തമാകും. സായി ഭക്തി വളരും. പരമാനന്ദം അവരുടെ സ്വന്തമാകും. സായി ലീലകളുടെ ശക്തി അനുപമം. ആ അമൃത കഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ രാപ്പകൽ സായിനാഥൻ മനക്കണ്ണിൽ നിൽക്കും. ധ്യാനത്തിലും സ്മരണയിലും സ്വായി നിറയും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറക്കത്തിലും സ്വപ്നത്തിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം. വിജനതയിലും തിരക്കിലും സായീശ്വരൻ കൂടെയുണ്ടാകും. അങ്ങനെ അവിടുന്ന് അഗാധ ധ്യാനത്തിന് വിഷയമാകും. ഇത് നിത്യേന സംഭവിക്കുമ്പോൾ മനം സായിമയമായി ക്രമേണ പരിശുദ്ധ ബോധസ്വരൂപമായി തീരും. എത്ര പരമോത്കൃഷ്ടമാണ് ആ അവസ്ഥ! എങ്ങും പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും സായീശ്വരൻ അറിഞ്ഞിരുന്നു. കാരണം താനാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതെന്ന ബോധം അവിടത്തേക്ക് സദാ ഉണ്ടായിരുന്നു. വിഷയാസക്തി, അജ്ഞത എന്നിവയാലാണ് നമുക്ക് ആ അവസ്ഥ ഇല്ലാത്തതും നാം ദ്വൈതാവസ്ഥയിൽ നിൽക്കുന്നതും. അതായത് ഞാൻ വ്യത്യസ്തനാണ്, ഇക്കാണുന്ന ജനങ്ങളും ജഗത്തും എന്നിൽ നിന്നും വേറിട്ടതാണ് എന്ന ചിന്ത. സത്യത്തിൽ ഞാനാകുന്നു എല്ലാം. ഞാൻ ഇല്ലാതൊരിടവുമില്ല. ഈ തത്വം മനസ്സിൽ ഉറപ്പിക്കണം. ശുദ്ധജലവും ശുദ്ധജലവും കൂടിച്ചേർന്നാലോ അതൊന്നായിത്തീരുന്നു. മുമ്പ് എന്താണോ ഇപ്പോൾ എന്താണോ എന്ന വ്യത്യാസത്തിൻ്റെ കണിക പോലുമില്ല. തടിക്കഷ്ണങ്ങൾ കാഴ്ചയിൽ പലതരം. പക്ഷേ അവ അഗ്നിയിലിട്ടാലോ അതോടെ അവയുടെ വിഭിന്നത പോയി മറയും. അവ ഒരേ അഗ്നിയായി മാറും. സായിദേവൻ സദാ ബ്രഹ്മചിന്തയിലായിരുന്നു. ചന്ദ്രനെ ജലത്തിൽ കണ്ടാലും അതിൻ്റെ യഥാർത്ഥ സ്ഥാനം അങ്ങു മാനത്ത് തന്നെ. അതുപോലെ സായീശ്വരൻ ഭക്തർക്കിടയിൽ ഇരുന്നാലും അവിടെ ഒന്നുമല്ലായിരുന്നു. ആത്മീയോപദേശം കൊടുക്കുന്ന ഗുരുക്കന്മാരും സ്വീകരിക്കുന്ന ശിഷ്യരും അനവധി. പക്ഷേ സായീശ്വരൻ ജ്ഞാനദാനത്തോടൊപ്പം അനുഭവവും പ്രദാനം ചെയ്യുന്നു. അത്തരം ഗുരുക്കന്മാർ ഇന്ന് വളരെ വളരെ വിരളം. നന്ദി.